സയ്യിദുനാ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരാൾക്ക് കടം കൊടുത്തു. തിരികെ കിട്ടാനുള്ള ഡേറ്റായി. അയാൾ തിരികെ തന്നില്ല. മഹാനവറുകൾ അയാളെടുത്ത് നിന്ന് ചോദിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൻ്റെ അടുത്തേക്ക് പോയി. വീട്ടിൻ്റെ മുറ്റത്ത് നിന്നിട്ട് ആ പണം തിരികെ വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഈ കടം വാങ്ങിയാൾ പറഞ്ഞു, അതിന് ഈ മുറ്റത്ത് വെയിലത്ത് നിൽക്കണത്, വീട്ടിൻ്റെ ഉള്ളിൽ കയറുന്നില്ലെങ്കിൽ ഈ സൺഷെയ്ഡിൻ്റെ തണലെങ്കിലും കൊള്ളാലോ, ഒന്ന് കയറിയിരിക്കും. മഹാൻ പറഞ്ഞു വേണ്ടാന്ന്. എന്തേ കാരണം എന്ന് ചോദിച്ചു. ഞാൻ നിങ്ങൾക്ക് 10,000 തന്നല്ലോ, ഉദാഹരണം. ആ 10,000 എനിക്ക് തിരികെ തരുമല്ലോ, അത് മതി. അതിൻ്റെ കൂടെ നിങ്ങളെ വീടിൻ്റെ തണൽ കൂടി അനുഭവിക്കുമ്പോൾ എക്സ്ട്രാ ആയില്ലേ, പലിശയാവുമെന്ന് പേടിയുണ്ട്, അതുകൊണ്ട് ആ തന്നത് അങ്ങോട്ട് തന്നാൽ മതി. യാ റബ്ബ്, ഈ മഹാന്മാരുടെ മുന്നിലേക്കല്ലേ നമ്മൾ പോകേണ്ടത്? ഈ മഹാന്മാരുടെ മുന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തെല്ലാം പറ്റിക്കുന്ന ഇടപാടാണ് നമ്മൾ നടത്തിയേക്കുന്നത്. ആ സമ്പാദ്യം കൊണ്ട് വളർത്തിയ മക്കളെങ്ങനെയാ നന്നാവുക? ഹലാലല്ലാത്ത സമ്പാദ്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് വളർത്തിയ മക്കളെങ്ങനെയാ സ്വാലിഹീങ്ങളാവുക? ഗസാലി ഇമാം റഹിമഹുല്ലാഹ് തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞല്ലോ, മക്കള് നന്നാവാൻ ആദ്യം ചെയ്യേണ്ടത് കുട്ടികൾ കഴിക്കുന്ന ഫുഡ് ഹലാലാണ് എന്ന് ഉറപ്പുവരുത്തണം. അതാദ്യം വേണ്ടത്. ഇമാമുനൽ ഹറമൈനി റളിയല്ലാഹു അൻഹു സംവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാക്കിലൊരു ഇടർച്ച പോലെ. അപ്പൊ ശിഷ്യന്മാരൊക്കെ ഞെട്ടിപ്പോയി. എന്താ ഉസ്താദിന് അങ്ങനെ സംഭവിക്കൂലല്ലോ, എന്താ സംഭവിച്ചത്? മഹാനവറുകളോട് സംവാദം കഴിഞ്ഞിട്ട് ചോദിച്ചു, ഉസ്താദിന് എന്താ അങ്ങനെ പറ്റിപ്പോയത്? അതെ, എൻ്റെ വാപ്പ ഇമാം ജുവൈനി റളിയല്ലാഹു അൻഹുവിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മനോട് പറയത്രേ, എൻ്റെ മോനിക്ക്, അഥവാ ഹറമൈനി ഇമാം സ്വന്തത്തിനെ കുറിച്ചാണ് പറയുന്നത്, എൻ്റെ മോനിക്ക് പാല് നീ മാത്രം കൊടുത്താൽ മതി. അന്ന് ഈ അടിമ സ്ത്രീകളൊക്കെ പാല് തരാൻ വേണ്ടി വരുന്ന കാലമായിരുന്നു. അവരാരുടെയും മുലപ്പാല് കൊടുക്കരുത്, നിന്റെ പാല് കൊടുത്താൽ മതി. നീ കഴിക്കുന്നത് ഹലാലാണ്, അപ്പോൾ നിന്റെ പാല് ഹലാലാണ്, നീ കൊടുത്താൽ മതി. ഒരു ദിവസം എൻ്റെ കരച്ചിൽ കൂടിയപ്പോൾ വീട്ടിൽ ജോലിക്കെത്തിയ ഒരു സ്ത്രീ എനിക്ക് പാല് തരാൻ ശ്രമിച്ചു. ഇതെൻ്റെ വാപ്പ കണ്ടിട്ട് എന്നെ പിടിച്ചു വാങ്ങി കാല് മുകളിലും തല താഴെയാക്കിയിട്ട് അന്ന് കുടിച്ച മുഴുവൻ പാലും ഛർദിപ്പിച്ചു. എല്ലാം പോയിട്ടുണ്ട്, എന്നാലും ഉണ്ടാവുമല്ലോ ഒരു കബത്ത്, എന്നാലും ഉണ്ടാവുമല്ലോ ഒരു ചെറുത്, എന്ത് അണ്ണാക്കിന് പറ്റിപ്പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ സംസാരിക്കുമ്പോൾ ചെറിയൊരു വർത്തമാനത്തിൽ ഒരു കുറവ് വന്നു പോയത് കണ്ടോ?